ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഴ്സണലും വോൾവ്സും ഇന്ന് രാത്രി വളരെ വൈകി നടന്ന മത്സരം ലൈവായി ഉറക്കമുളച്ച് ലൈവായി കണ്ട ആഴ്സണൽ ഫാൻസിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രീമിയർ ലീഗിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരായി നിൽക്കുന്ന വോൾവ്സിനോട് ഒന്നാം സ്ഥാനക്കാരായ ആഴ്സണൽ 2-2 സമനില വഴങ്ങുമെന്ന് ഒരിക്കൽ പോലും ആഴ്സണൽ ഫാൻസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ഏറ്റവും ടോപ്പിൽ കളിക്കുന്ന ടീമാണ് ആഴ്സണൽ. പ്രീമിയർ ലീഗിലെ സിറ്റിനെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും ചെൽസിനെ എല്ലാം പിന്നിലാക്കി ഏറ്റവും ടോപ്പ് ലെവൽ ഫുട്ബോൾ കളിക്കുന്ന ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സീസൺ തുടങ്ങിയത് അന്ന് മുതൽ പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന ടീമാണ് ആഴ്സണൽ. ആ ടീമാണ് ഈ സീസണിലെ തന്നെ ഏറ്റവും മോശം ടീമായ വോൾസിനോട് 2-2 അവേ മാച്ചിൽ 2-2 സമനില പിടിക്കുന്നത്. 2-2 വോൾസിനോട് സമനില പിടിച്ചതല്ല പ്രശ്നം. ആഴ്സണലിന്റെ നിർണായകമായ 2 പോയിന്റുകളാണ് ഈ ഒരൊറ്റ മാച്ചിൽ ആഴ്സണലിനെ കൊണ്ടുപോയി കളഞ്ഞു വിളിച്ചേക്കുന്നത്. സീസണിലെ തുടക്കത്തിൽ, കഴിഞ്ഞ 2-3 സീസണിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാവരും ആഴ്സണലിനെ ട്രോള് ചെയ്യുന്ന ഒരു സംഗതി ആഴ്സണൽ അവസാന നിമിഷം പടിക്കൽ കൊണ്ടുപോയി കളമുടക്കുമെന്നാണെന്ന്. ഏതാണ്ട് ആഴ്സണൽ പടിക്കൽ കൊണ്ടുപോയി കളമുടക്കാനുള്ള പരിപാടിയിലാണ് എന്ന് തന്നെയാണ് നമ്മൾ സീസൺ അവസാനത്തേക്ക് അടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിനേക്കാളും 1 പോയിന്റ് കൂടുതൽ, മാഞ്ചസ്റ്റർ സിറ്റിനേക്കാളും 1 ഗെയിം കൂടുതൽ കളിച്ച ആഴ്സണലിന് ഇനി 5 പോയിന്റിന്റെ ലീഡ് മാത്രമാണുള്ളത് സിറ്റി ആയിട്ട്. അടുത്ത ശനിയാഴ്ച ന്യൂകാസിലായിട്ട് കളിക്കാൻ നിൽക്കുന്ന സിറ്റിക്ക് അതിൽ ജയിക്കാനായാൽ 2 പോയിന്റ് മാത്രമാണ് സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള പോയിന്റ് ഡിഫറൻസ്. അത് ആഴ്സണലിന് അത്ര ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം സിറ്റിക്ക് ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ് ആഴ്സണല് ഒരു ഗെയിം മുന്നിലാണ്. നമുക്ക് 5 പോയിന്റിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അടുത്ത കളി ന്യൂകാസിലിനെതിരെ കളിക്കുമ്പം ഈ കളിയിൽ ജയിച്ചാൽ 2 പോയിന്റ് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ്, ആ ഒരു മെന്റാലിറ്റി സിറ്റിക്ക് കൂടുതൽ ഊർജം നൽകും. അവര് ന്യൂകാസിലിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിന് അവർക്ക് കൂടുതൽ ഊർജം നൽകും. അതുകൊണ്ട് സിറ്റിക്ക് എപ്പോഴും സിറ്റിക്കാണ് ഇപ്പൊ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. ആഴ്സണൽ ഇന്ന് ജയിച്ചിരുന്നെങ്കിൽ ആഴ്സണലിന് പിന്നെയും ഒരു അഡ്വാൻറ്റേജ് കിട്ടുമായിരുന്നു. കളിയിലെ തുടക്കത്തിൽ 2 ഗോളിന്റെ ലീഡ്, തുടക്കത്തിൽ 5-ാം മിനിറ്റിൽ തന്നെ ബുക്കായോ സാക്കയിലൂടെ ആഴ്സണൽ ലീഡ് എടുത്ത്, സെക്കൻഡ് ഹാഫിൽ 56-ാം മിനിറ്റിൽ എൻകാപ്പിയിലൂടെ 2ാമത് ലീഡ് എടുത്ത് 2-0 എന്നുള്ള ലീഡാണ് ആഴ്സണലിൽ അവസാനം കൊണ്ട് ഗോളാക്കുന്നത്. 61-ാം മിനിറ്റില് വോൾസിന്റെ കളിക്കാരൻ നല്ലൊരു കിഡിലൻ ഗോൾ അടിക്കാണ്ടാണ് സമനില പിടിക്കുന്നത്, കളിയിലേക്ക് തിരിച്ചു വരുന്നത്. വോൾസ് ഈ സീസണിലെ ഏറ്റവും അവസാനത്തെ ടീമാണ്, ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ടീമാണ്, 20ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. ശരിക്കും ഇതൊരു പ്രാധാന്യം അർഹിക്കുന്ന മാച്ചേ അല്ലായിരുന്നു. 1ാം സ്ഥാനക്കാരും 20ാം സ്ഥാനക്കാരും തമ്മിലുള്ള മത്സരം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നേ അല്ലായിരുന്നു. പക്ഷെ ആഴ്സണലിന്റെ നിർഭാഗ്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടോ ആഴ്സണലിന് ഈ പ്രാവശ്യവും പ്രീമിയർ ലീഗ് വിധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവസാനം വന്ന് കലിഫിയോറിയുടെ ഒരു ഓൺ ഗോളും കൂടെയാണ്. അതും കൂടെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ആഴ്സണൽ ഈ സീസണിൽ പ്രീമിയർ ലീഗ് കിരീടം വിധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പറയാൻ പറ്റില്ല. ഇനിയും ഏതാണ്ട് 11 കളികൾ ബാക്കിയിരിക്കുന്നുണ്ട്. സിറ്റിയും അടുത്ത കളി ന്യൂകാസിലും സിറ്റിയും തമ്മിൽ സിറ്റി ജയിക്കാൻ തന്നെയാണ് കൂടുതൽ ചാൻസ്. കാരണം ഈ ഒരു അഡ്വാൻറ്റേജ് സിറ്റിക്ക് ഉണ്ട്. ആഴ്സണലിന് മുന്നിൽ 5 പോയിന്റ് മാത്രമേ ഉള്ളൂ. അടുത്ത കളി ജയിച്ചാൽ 2 പോയിന്റിന്റെ ലീഡ് 2 പോയിന്റ് ആക്കി കുറയ്ക്കാമെന്നുള്ള ഒരു സിറ്റുവേഷൻ എന്തായാലും സിറ്റി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ സിറ്റി നല്ല ഫോമിലും കൂടെയാണ്. പുതിയ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയില് നല്ല 2-3 പ്ലേയേഴ്സിനൊക്കെ സൈൻ ചെയ്ത് സിറ്റി ഒരുങ്ങി തന്നെയാണുള്ളത്. അതുകൊണ്ട് സിറ്റി ജയിക്കാൻ തന്നെയാണ് ചാൻസ്. പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കാം. ഫുട്ബോളാണ്, പ്രീമിയർ ലീഗാണ്, അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്നാലും ആഴ്സണൽ ഇനി പ്രീമിയർ ലീഗ് കിരീടം നേടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഏതാണ്ട് ഈ ഒരു കളി ജയിച്ചിരുന്നെങ്കിൽ ആഴ്സണലിന് കുറച്ചുകൂടെ ചാൻസ് ഉണ്ടായിരുന്നു. ഇനി ആഴ്സണലിന് നല്ല പ്രഷർ ഉണ്ടാവും. അടുത്ത കളികളിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് വന്നാൽ ആഴ്സണൽ പ്ലേയേഴ്സ് നല്ല പ്രഷർ ഫീൽ ചെയ്യും, അർട്ടേറ്റ നല്ല പ്രഷർ ഫീൽ ചെയ്യും. അപ്പൊ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആഴ്സണലിന്റെ ഇനി മുന്നോട്ടുള്ള കിരീട സാധ്യതകൾ ഉണ്ടാവുക. ഏതായാലും
ശനി ഞായറുമായിട്ട് ഈ വീക്കെൻഡിൽ നടക്കുന്ന അടുത്ത കളികളിലൂടെ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ചിത്രങ്ങൾ വ്യക്തമാകും. അപ്പം സിറ്റിയും ന്യൂകാസിലും എന്നൊരു പ്രധാനപ്പെട്ട മത്സരം തന്നെ ആയിരിക്കും അടുത്ത വീക്കെൻഡില്. അപ്പൊ കൂടുതൽ മത്സരങ്ങള് ആസനലിന് ഇതുള്ളത് കൊണ്ടായിരിക്കും, ലീഗ് കപ്പ് മത്സരം, കരബാ കപ്പ് ഫൈനൽ ഉള്ളത് കൊണ്ടായിരിക്കണം ഒരു ഇപ്പൊ ഫിക്ചർ 2 ദിവസം മുമ്പിലിട്ടത്. അപ്പൊ ഒരു മാച്ച് കൂടുതൽ ആസനലിന് കിട്ടി. ഇനി അടുത്ത മത്സരങ്ങള് ശനി ഞായർ മത്സരങ്ങളിലുള്ള റിസൾട്ട് കൂടെ കിട്ടിയാലേ എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. കൂടുതൽ മത്സരങ്ങൾ അടുത്ത വീക്കെൻഡിൽ കൂടുതൽ മത്സരങ്ങൾ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ്, ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പം ഏതായാലും സിറ്റിക്കാണ് ഇപ്പൊ കൂടുതൽ അഡ്വാൻറ്റേജ്. ആർസണൽ ഒരിക്കൽ കൂടി അവസാന നിമിഷം കൊണ്ട് ഈ കല മുടക്കിയോ എന്നുള്ളൊരു ആശങ്ക ആർസണൽ ഫാൻസിന് തന്നെ ഉണ്ട്. അവർക്ക് തന്നെ അവരെ വിശ്വാസമല്ല എന്നുള്ള രീതിയിലായിട്ടുണ്ട് കാര്യങ്ങള്. ഏതായാലും 23 വർഷങ്ങളായി ആർസണൽ ഒരു പ്രീമിയർ ലീഗ് കിരീടത്തിനും വേണ്ടി കുതിച്ചു നിൽക്കുന്നത്. അപ്പം അവർക്ക് പ്രീമിയർ ലീഗ് കിരീടം ഈ വർഷം കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു മത്സരങ്ങളിൽ അറിയാം. അപ്പം കൂടുതൽ ശനി ഞായറുള്ള കളികൾ കണ്ടിട്ട് കൂടുതൽ റിവ്യൂസ് വരുന്നതായിരിക്കും.